മോദി വന്നപ്പോൾ ശ്രീലേഖയെ ക്ഷണിച്ചില്ല, ശ്രീലേഖ മാറി നിന്നു, പുറത്താക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മാറ്റി നിർത്തപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, മോദി വന്നപ്പോൾ സുരേന്ദ്രനെ അവഗണിച്ചല്ലോ. ഇന്നലത്തെ വാർത്തയായിരുന്നു. സുരേന്ദ്രനെ കണ്ടിട്ട്, മുൻ സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രനെ കണ്ടിട്ട് മോദി മൈൻഡ് ചെയ്തില്ല. ഇന്നലെ അതായിരുന്നു. അതിനു മുമ്പത്തെ വാർത്ത എന്തായിരുന്നു? വി രാജേഷിനെ എയർപോർട്ടിലേക്ക് വിളിച്ചില്ല. അതെ, ഭയങ്കര വാർത്ത. എന്തൊരു സ്നേഹമാണ് BJP നേതാക്കന്മാരോട് ഈ കേരളത്തിലെ മാപ്രകൾക്ക്. ഇന്നലെ കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സുരേന്ദ്രൻ പിന്മാറി, അങ്ങനെ മോദി പ്രധാനമന്ത്രിയായി. കാരണം മോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള ലിസ്റ്റിൽ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ മാറിയതുകൊണ്ടാണ് മോദിക്ക് പ്രധാനമന്ത്രിയാവേണ്ടി വന്നത്. അതിൻ്റെ ഒരു കലിപ്പ് മോദിക്ക് ഉണ്ടാവാതിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ജാലിയൻ ന്യൂസ് 18, ന്യൂസ് മലയാളം, 24, മീഡിയ 1 എന്നൊക്കെ പറഞ്ഞിട്ട് സുരേന്ദ്രൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ഇന്നലെ സുരേന്ദ്രൻ ആ വേദിയിലുണ്ടായിരുന്നു. സുരേന്ദ്രൻ്റെ അടുത്ത്, മോദിയുടെ അടുത്തെത്തി, സുരേന്ദ്രൻ്റെ കൈകളിൽ പിടിച്ച് മോദി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ മോദി വന്നതുമായി ബന്ധപ്പെട്ട് ആ സന്ദർശനത്തിൻ്റെ ഒരു ഗരിമ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇന്നലെ മുതൽ മാധ്യമങ്ങൾ നടത്തിയ കുത്തിത്തിരിപ്പാണ്. കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം രാജേഷിനെ അങ്ങോട്ട് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ രാജേഷ് അവിടെ വന്ന് വേദിയിൽ 2 പരിപാടിക്ക് രാജേഷ് ഒന്നിച്ചുണ്ടായിരുന്നു. മാത്രമല്ല, രാജേഷിനെ മോദി കെട്ടിപ്പിടിച്ചു. വേണമെങ്കിൽ പറയായിരുന്നു, രാജേഷിനെ മോദി ഞെരിച്ചമർത്തി പുറത്താഞ്ഞാഞ്ഞടിച്ചു. ശരിയല്ലേ? പുറത്ത് അടിക്കുന്നുണ്ട്. കുറേ വാർത്തകളുണ്ട്. സുരേന്ദ്രനെ കെട്ടിപ്പിടിച്ചില്ല, എന്നിട്ട് ആശാനാഥിൻ്റെ കാലിൽ തൊട്ട് ബന്ധിച്ചു. ശോഭാ സുരേന്ദ്രൻ്റെ കാല് തൊട്ടില്ല. കുമ്മനത്തിന് ഷാള് കൊടുത്തില്ല. MT രമേശിനെ സംസാരിക്കാൻ വിളിച്ചില്ല. പിന്നെ പാവം സന്ദീപ് വാചസ്പതി പരിഭാഷപ്പെടുത്തി തൊണ്ട വരണ്ടിട്ട് ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. അല്ല, ഇങ്ങനെയൊക്കെ വാർത്തയാക്കാം. അനൂപ് ആൻ്റണിയെ കണ്ടിട്ട് എന്ത് ചെയ്തു? അനൂപ് ആൻ്റണിയുടെ തോളിൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഞെരിച്ചങ്ങ് അമർത്തി. നീ ഇങ്ങനെ ഇപ്പോഴാണോ എൻ്റെ കൈ കിട്ടിയത്? ഇങ്ങനെയൊക്കെ വാർത്ത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം അതപ്പതിച്ചിരിക്കുന്നു. വെറുതെ അല്ല, ഇവരെ നമ്മളൊക്കെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ആയതുകൊണ്ട് ആദ്യകാലത്ത് മാപ്ര എന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം നോൺ ഡാഡി സിൻഡ്രോം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പരിപാടി കൊടുക്കാറില്ല. എത്ര നീചമായ റിപ്പോർട്ടിങ്ങാണ്! കേരളത്തിലെ ആദ്യത്തെ BJPയുടെ നഗരസഭ കോർപ്പറേഷൻ മേയറുടെ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ നോക്കൂ. രാജേഷോ ശ്രീലേഖയോ രാജേഷോ, ശ്രീലേഖയ്ക്ക് പണക്കം, ശ്രീലേഖ പൂവ് കൊടുത്തില്ല, ശ്രീലേഖ ഇറങ്ങിപ്പോയി, എന്തെല്ലാം വാർത്തകൾ. അത് കഴിഞ്ഞ് പ്രശാന്തുമായിട്ടുള്ള ആ പ്രശ്നം, മറ്റു മുറിയെ സംബന്ധിച്ചോട് പറഞ്ഞു. ഇതെങ്ങനെ BJP ഇനിയിപ്പോൾ ലോകത്ത് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ തിരുവനന്തപുരം മേയർ സമാധാനം പറയണമെന്ന് പറയും. അപ്പോൾ BJPയുടെ ഒരു വിജയമുണ്ടാകുമ്പോൾ അസഹിഷ്ണുക്കളായ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നറേഷനുണ്ട്. പക്ഷെ ലജ്ജാകരമാണ്. സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞ പോലെ ന്യൂസ് 18 ഇപ്പോൾ ഒരു കാലത്ത് ആ പ്രദീപ് പിള്ളയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ, അതിൻ്റെ എഡിറ്ററായിരുന്ന സമയത്ത് കുറച്ചൊരു നിലവാരമുണ്ടാക്കിയ ഒരു മാധ്യമമായിരുന്നു. പക്ഷേ തീരെ തറ എന്ന് പറഞ്ഞാൽ തറയോട് തറ, അടിത്തറ സംസ്കാരമാണ് ഇപ്പോൾ ന്യൂസ് 18 ഉള്ളത്. കാരണം അതിലിപ്പോൾ ഉള്ള ആളുകളുടെയൊക്കെ ഗുണം കൊണ്ടാണ്. ആളുകളുടെ വിശേഷങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പലരും എൻ്റെ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് ഞാൻ വിടുന്നില്ല. പക്ഷേ അത് ഈ അദാനിയുടെ ചാനലാണെന്നാണ് പറഞ്ഞല്ലേ? അദാനിയുടെ അംബാനിയുടെയോ ആരുടെയെങ്കിലും ആട്ടെ, എന്തൊക്കെ പറയപ്പെടുന്നത് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയുള്ള ഈ ചാനലിലാണ് ഈ വാർത്ത. ഏത് ചാനലും ആവട്ടെ, ആരുടെ ചാനലും ആവട്ടെ, പക്ഷേ ഒരു മാധ്യമം വാർത്ത കൊടുക്കുന്നതിന് ഒരു മര്യാദയില്ലേ? ഇന്നലെ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേജിൽ എത്ര പേരിപ്പുണ്ട്? ഇപ്പോൾ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ആണ് ശ്രീലേഖ മാത്രമല്ല, വൈസ് പ്രസിഡന്റുമാർ എത്രയുണ്ട്? നമ്മുടെ പ്ലാറ്റ്ഫോമിൽ സ്ഥിരം വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട KS രാധാകൃഷ്ണൻ, കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ ഒരാളായ KS രാധാകൃഷ്ണൻ സാറും ഒരു വൈസ് പ്രസിഡൻ്റാണ്. ഷോൺ ജോർജും വൈസ് പ്രസിഡൻ്റാണ്. ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാ വൈസ് പ്രസിഡന്റുമാരെയും പോയി മോദി കാണണം, എല്ലാവരെയും കാണണം എന്നൊക്കെ പറഞ്ഞത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മോദി കാണിക്കുന്ന മര്യാദകളുണ്ടല്ലോ, നോക്കൂ. പിണറായി വിജയൻ വരാൻ വൈകി. പിണറായി വന്നപ്പോൾ പിണറായിയുടെ അടുത്തേക്ക് ഇന്ന് പിണറായിയുടെ കൈ പിടിച്ചുകൊണ്ട് വന്ന് മോദി ഇരുത്തി. പിണറായി തിരിച്ചു കാണിക്കുമോ? എനിക്ക് വിഖ്യാതമായൊരു ചിത്രം, കുപ്രസിദ്ധമായൊരു ചിത്രം ഓർമ്മയുണ്ട്. പിണറായി ഉൾപ്പെടെ എല്ലാ CPM നേതാക്കന്മാരും ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ കയറി വരുന്നു. പിണറായി ഒഴികെ സകലരും എണീറ്റു. പിണറായി എണീറ്റില്ല. VS വന്നിട്ട് പ്രായം കൊണ്ട്, പാർട്ടിയിലെ സീനിയോറിറ്റി കൊണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾ ആയിട്ടും എണീക്കാത്തൊരു പിണറായി വിജയനുണ്ട്. ആ പിണറായി വിജയനെയാണ് ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 148 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി, ലോകാരാധ്യനായ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, 10-25 രാജ്യങ്ങൾ,
പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടില്ല. ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലും ഇന്ത്യ മോദി അഭിപ്രായം പറയണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന ലോക നേതാവായ നരേന്ദ്രമോദി അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ അവിടെ ഉണ്ടായ മറ്റു പ്രകടനങ്ങളൊക്കെ കണ്ടു. ആശാനാഥിൻ്റെ പാദം തൊട്ട് നമസ്കരിക്കുന്നതും ആശ കണ്ണീർ പാർക്കുന്നതും. ആശ കരഞ്ഞു, ആശ കണ്ണീർ തുടക്കുന്ന ചിത്രം ഞാൻ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ശ്രീലേഖയുടെ കാര്യം, ശ്രീലേഖ ഇപ്പോൾ പറയുന്നത്, ശ്രീലേഖ എനിക്കറിയില്ല ശ്രീലേഖ ഇതിനൊക്കെ എന്തിനാണ് പ്രതികരിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. അല്ല, എപ്പോഴും ഇങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? അതും ഉചിതമായ രീതിയിലുള്ള കാര്യമല്ലല്ലോ സർ. അല്ല, ഇതിനും അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരൊരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. രാഷ്ട്രീയക്കാർക്കുണ്ട് ചിലതൊക്കെ ഇഗ്നോർ ചെയ്യുക, ചിലത് മൈൻഡ് ചെയ്യാതിരിക്കുക, പോട്ടപുല്ലെന്ന് വെക്കുക. ഇതൊക്കെ ഒരു കാര്യം. എന്തിനും ഇത് ശ്രീലേഖ പ്രതികരിക്കണമെന്ന് ആരും ക്ഷണിക്കുന്നു. കാരണം ഇതൊക്കെ മാധ്യമ പ്രവർത്തകരുടെ കുത്തിത്തിരിപ്പുകളാണ് എന്നവർക്ക് മനസ്സിലായിട്ടില്ല. അത് ഒരു പാകപ്പെട്ട് വരണമല്ലോ. വേറൊരു കൾച്ചറിൽ ബ്യൂറോക്രാറ്റായിരുന്നു അവിടെ നിന്ന്, അതും പോലീസ് പോലെ ഒരു ഡിസിപ്ലിനറി ഫോഴ്സിൻ്റെ ഭാഗമായിരുന്നു അതിൻ്റെ തലപ്പത്തിരുന്ന ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും രണ്ട് ലോകമാണ്. അപ്പം ശ്രീലേഖ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, ഞാൻ സേനയിലായതുകൊണ്ട് വിളിക്കാത്തടത്ത് പോവാതിരിക്കുക എന്നുള്ളതാണ് ശീലം. അത് അങ്ങനെ പറയുമ്പോൾ എന്നെ വിളിച്ചില്ല എന്ന് പരോക്ഷമായി പറയലുണ്ട്. ആ വേദിയിലിരിക്കുന്ന മുഴുവൻ പേരെ മോദിക്ക് വിളിക്കാൻ പറ്റില്ല. അതൊരു പ്രായോഗികമായ കാര്യമാണ്. പിന്നെ ശ്രീലേഖ എടുത്ത പാക്വമായൊരു തീരുമാനം കൂടിയാണ്. എത്രയും പേര് ഇരിക്കുന്നു, രണ്ടാമത്തെ നിരയിൽ ശ്രീലേഖ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇടിച്ചു കയറി ചെല്ലുന്നതിനകത്ത് അനൗചിത്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ്. അവിടെ ശ്രീലേഖ മാത്രമല്ല, നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് സംസാരിക്കുകയോ കൈ കൊടുക്കുകയോ കൈകൂപ്പുകയോ ചെയ്യാത്ത ഒരുപാട് പേരുമുണ്ട്. അപ്പോൾ ഏതായാലും ഇത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മാധ്യമങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഒരു ടൂളായി നിന്നു കൊടുക്കാതിരിക്കുക, ഒരു വിഷയമാകാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നലത്തെ പരിപാടി നോക്കൂ. ഇന്നലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്തെന്നറിയോ? അടുത്തത് പ്രധാനമന്ത്രി വന്നിട്ട് എന്തോ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എന്താ? വി രാജേഷിൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ വി രാജേഷിന് അതൊന്നും പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒഴിഞ്ഞു മാറി, മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വി രാജേഷ് ഒഴിഞ്ഞു മാറി. രാജേഷ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ 10 ദിവസത്തോളം ഞങ്ങൾ എന്തായിരുന്നു ഈ സ്റ്റാൻഡിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരുന്നു. അതിനുശേഷം ഒരു കരട് പട്ടിക ഉണ്ടാക്കി അത് പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഒരുപക്ഷെ അത് വായിച്ചിട്ടുണ്ടാവില്ല. ഇവിടുന്ന് ഒരു കോർപ്പറേഷനെ അയക്കുമ്പോൾ അത് മുഴുവൻ വായിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കേണ്ട ആളാണ്. ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തിലെ പല കാര്യങ്ങളിലും ഇടപെടുകയും അഭിപ്രായ രൂപീകരണം നടത്തുകയും അഭിപ്രായം അറിയിക്കുകയൊക്കെ ചെയ്യേണ്ട ആളാണ് നരേന്ദ്രമോദി. അപ്പോൾ അദ്ദേഹത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ഇവർ തയ്യാറാക്കി കൊടുത്ത ഒരു വികസന രേഖ നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അത് സ്വാഭാവികമല്ലേ. അതുകൊണ്ട് അദ്ദേഹം അത് തള്ളിക്കളഞ്ഞൊന്നുമില്ല. ഈ BJP ഇനി മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ എന്താണെന്ന് പറയുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വരും. അപ്പോൾ വമ്പൻ പദ്ധതികളൊക്കെ ഉണ്ടാവാം. അത് നമ്മൾ കാത്തിരിക്കല്ലേ വേണ്ടത്. പക്ഷേ BJPക്ക് ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി, കോർപ്പറേഷൻ മേയർ അധികാരത്തിൽ വന്നിട്ട് എത്ര ദിവസമായി, പിന്നെ ഈ മോദി വരും, വലിയ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ പോലെ സാങ്കേതികമായ ചില കാര്യങ്ങൾക്കുണ്ട്. ഈ 10-12 ദിവസത്തോളം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് പോയി പിന്നെ കൂടിയിരുന്ന് ആ പദ്ധതികൾ ഉണ്ടാക്കുക. ഈ വെറുതെ ഇരുന്ന് പദ്ധതികൾ ഉണ്ടാക്കിയാൽ പോരല്ലോ. ഓരോ ഡിവിഷനിലെയും പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവിടങ്ങളിലെ പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാക്കി അത് സംബന്ധിച്ച് വിദഗ്ധരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് വേണം പദ്ധതി ഉണ്ടാക്കാനല്ല വെറുതെ ഞാൻ അവിടെ ഉണ്ടാക്കും. പഴയ സിനിമാ പാട്ടിൽ പറയുന്ന പോലെ തൊട്ടിൻകരയിൽ വിമാനമിറക്കാൻ താവളമുണ്ടാക്കും, പബ്ലിക് ടാപ്പ് തുറന്നാൽ ഒഴുകും അപ്പോൾ കറന്ന പശുവിൻ പാല്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. കോൺഗ്രസ്സുകാർക്ക് പറയാൻ പറ്റും, CPMന് പറയാൻ പറ്റും. പക്ഷേ BJPയെ സംബന്ധിച്ച് BJPക്ക് ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ കിട്ടുമ്പോൾ അവിടെ 2030 ആകുമ്പോൾ രാജേഷ് പറഞ്ഞൊരു വമ്പൻ പ്രഖ്യാപനം ഇന്ന് ഇല്ലെന്ന് ആര് പറഞ്ഞു? രാജേഷ് പറഞ്ഞു 2030 ആകുമ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച 3 കോർപ്പറേഷനുകളിലൊന്നായിട്ട് തിരുവനന്തപുരം മാറും. വമ്പൻ പ്രഖ്യാപനമല്ലേ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 കോർപ്പറേഷനുകൾ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഡൽഹിയുണ്ട്, ബോംബെ ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈ ഉണ്ട്, കൊൽക്കത്തയുണ്ട്, ഇങ്ങനെ വലിയ വലിയ കോർപ്പറേഷനുകളുണ്ട്. അപ്പോൾ അതിൽ ഈ വലിയ വൻ നഗരങ്ങളെ, വലിയ മെട്രോ സിറ്റികളെ പിന്തള്ളിക്കൊണ്ട് 3-ാം സ്ഥാനത്തെങ്കിലും തിരുവനന്തപുരം ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു വമ്പൻ പ്രഖ്യാപനമല്ലേ? ഇനി മാത്രമല്ല, ലോകത്തെവിടെയുള്ള ആളുകളും തിരുവനന്തപുരത്ത് വന്ന് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റും എന്ന് പറയുന്നൊരു വമ്പൻ പ്രഖ്യാപനമല്ലേ? അതിനേക്കാളും വലിയ വമ്പൻ പ്രഖ്യാപനം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 കോർപ്പറേഷനുകളിൽ 3 മെട്രോകളിലൊന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റും എന്ന് പറഞ്ഞാൽ അത് വമ്പൻ പ്രഖ്യാപനമാണ്. ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ അടക്കമുള്ള വലിയ, അഹമ്മദാബാദ് അടക്കമുള്ള വലിയ നഗരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ 3-ാം സ്ഥാനത്തെങ്കിലും തിരുവനന്തപുരം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം ഈ മാധ്യമങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിലും വലിയ വമ്പൻ പ്രഖ്യാപനം എന്താ? അതിനകത്തെല്ലാം ഉണ്ട്.
എല്ലാം ഉണ്ട്. വലിയ റോഡുകളുണ്ടാവും, വലിയ പദ്ധതികളുണ്ടാവും, ലൈറ്റ് മെട്രോ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കാരണം ഞാൻ ഈ പറഞ്ഞ എല്ലാ നഗരങ്ങളിലും മെട്രോ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടെയുള്ള വമ്പൻ പ്രഖ്യാപനം രാജേഷ് നടത്തിയ വമ്പൻ പ്രഖ്യാപനത്തെ തമസ്കരിക്കാൻ വേണ്ടിയിട്ട്, അത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടി ശ്രീലേഖനെ നോക്കിയില്ല, കുമ്മനത്തിന് ഷാള് കൊടുത്തില്ല. എന്നാലും എൻ്റെ മോദിജി മറ്റേ അനൂപൻ്റെ തോളത്ത് പിടിച്ച് ഞെരിക്കണ്ടായിരുന്നു. കഷ്ടമായിപ്പോയി. രാജേഷിനെ എന്തൊരു ഞെക്കിയത്, പുറമടിച്ച് പൊളിക്കുകയല്ലേ രാജേഷ്. പ്രധാനമന്ത്രിയുടെ അടിയേറ്റ് രാജേഷ് ആയുർവേദ ചികിത്സയ്ക്ക് പറയടോ മാപ്രേ, അങ്ങനൊരു വാർത്ത കൊടുക്കുക. രാജേഷിന് ഭയങ്കര വേദനയാണ്. അങ്ങനെയെങ്കിലും നിങ്ങളുടെ വിഷമം ഒന്ന് തീരട്ടെ. കാരണം ഈ പച്ച മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് പ്രജിത, കഴുത കരഞ്ഞു തീർക്കും. എന്താണെന്ന് ഞാൻ പറയത്തില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുമായി നല്ല ആശയങ്ങളും നല്ല വാർത്തകളും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ ലൈവിൻ്റെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും. അതിലും തൊട്ടുപുറത്ത് കാണുന്ന ബെൽ ഐക്കണിലും ഒന്ന് വിരലമർത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള കരുത്ത്.